കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെത്തിയത് പൂരിപ്പിക്കുന്ന വിഷയങ്ങളായിരുന്നു അല്ലെ. നസ്ലു ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. അതില് നവൈതു ഡാഷ് പറഞ്ഞോളൂ. സൗമാദിൻ ആദിൻ നവൈതു എന്നുള്ളത് എന്താണ്? മാദിയാണോ മുതാരിയാണോ? മുളാരി തു. പറഞ്ഞോ ഫസ്യഹ്, മൈക്ക് ഓൺ ആക്കിക്കോ. മാദിയാണ് നവൈതു. നവ, നവയ, നവൗ, നവത്, നവത, നവൈന. ഗായിബായ 6 പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നവൈത, നവൈതുമാ, നവൈതും, നവൈതി, നവൈതുമാ, നവൈതുന്ന. നവൈതു ഞാൻ കരുതി. ആ നവൈതു മുത്തകല്ലിമാണ്. നവൈന നമ്മൾ കരുതി. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നവൈതു സൗമഗദിൻ, നാളെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതി എന്നാണ് ആ നിയ്യത്ത് അല്ലേ. നമ്മള് റമദാൻ മാസത്തിൽ നിയ്യത്ത് ചെയ്യാറില്ലേ? നവൈതു, നവൈതു. ആ തറാവീഹിന് പള്ളിയിൽ പോയാൽ ചില പള്ളികളിലൊക്കെ ഉസ്താദുമാര് നിയ്യത്ത് അങ്ങനെ അല്പാൽപമായി പറഞ്ഞു കൊടുക്കും. കുട്ടികളൊക്കെ എന്ത് ചെയ്യും? മുതിർന്നവരെ ശ്രദ്ധിക്കും. കുട്ടികളൊക്കെ പകുതി ഉറക്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നവൈത്തു എന്ന് കേൾക്കും. നവൈത്തു സൗമഗദിൻ, സൗമഗദിൻ അൻ അദാഇ, അൻ അദാഇ ഫർദി റമദാൻ, ഫർദി റമദാൻ ഹാദിഹി സനതി, ഹാദിഹി സനതി ലില്ലാഹി തആല, ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ, അദാ ആയ, ഫർദായ, ഫർദായ. റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിന്, നാളത്തെ നോമ്പിന് അല്ലാഹു തആലക്ക് വേണ്ടി, അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ, നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി, ഞാൻ കരുതി, ഞാൻ കരുതി എന്ന് ഇങ്ങനെ പറയുന്നേ ഉണ്ടാവുള്ളൂ. ചെയ്തത് വാ നാളത്തെ നോമ്പിന് വേണ്ടിയുള്ള നിയത്ത് ചെയ്യാണ്. ഇങ്ങനെ ഒരു പറച്ചിലായി മാത്രം പറഞ്ഞാല് നിയത്താവുകയില്ല. പൂർണ്ണമായ ബോധത്തോടെ മനസ്സിൽ കരുതലിനാണ് നിയത്ത് എന്ന് പറയേണ്ടത്. ഈ വായ കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്ത് മാത്രമാണ്. അപ്പോൾ മനസ്സിൽ പൂർണ്ണമായ ഉദ്ദേശമില്ലാതെ, ഇതിന്റെ ആശയം മനസ്സിലില്ലാതെ, മനസ്സിൽ കൊണ്ടുവരാതെ വെറും വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നിയത്താവുകയില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അവസരോചിതമായി പറഞ്ഞതാ. നിസ്കാരത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും വുളുവിന് വേണ്ടിയുള്ള നിയത്താണെങ്കിലും നിയത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല, വെറും അഭിനയം മാത്രമാണ്. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാകും നിങ്ങളൊക്കെ എന്ന് ഞാൻ കരുതാണ്. എന്നാൽ ഇന്നത്തെ സുബഹിക്ക് വേണ്ടി നിങ്ങൾ വുളു ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ടാകുമോ? നിയത്ത് ചെയ്യണം. നിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വെറും മുഖം കഴുകലും കൈകാല് കഴുകലും മാത്രമേ ആവുള്ളൂ. ഏത് നിയത്താ? വുദൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വുദൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്തോട് കൂടെ മുഖം പൂർണ്ണമായി കഴുകുക, വീണ്ടും കഴുകുക, വീണ്ടും കഴുകുക. ഇതാണ് ഫർദായ നിയത്ത്. അപ്പൊ കയ്യും വായിൽ വെള്ളം കൊപ്പിടിക്കലൊന്നും വേണ്ടേ? അതൊക്കെ സുന്നത്താണ് അല്ലേ. ആദ്യം 2 മുൻകൈ ഇങ്ങനെ കഴുകി അത് സമയത്ത് ചെല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് കൈകൾ കഴുകും. അതിനു മുമ്പ് ഈ സുന്നത്ത് ചെയ്യുന്നതിന് മുന്നേ വുദൂഇന്റെ സുന്നത്തിന് നിയ്യത്തോടു കൂടെയാണ് കൈ കഴുകുക. കൈകൾ ഇങ്ങനെ കഴുകി അതിനുശേഷമാണ് വായിൽ വെള്ളം കൊപ്പിളിക്കാം, മൂക്കിൽ വെള്ളം കയറ്റിയിട്ട ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് ഫർദിലേക്ക് കടക്കാൻ പോകുന്നത്. വെള്ളം ഇങ്ങനെ കയ്യിലെടുക്കുക, ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് മുഖം കഴുകാൻ ഇങ്ങനെ വെള്ളം എടുത്ത് പിടിച്ച ശേഷമാണ് നിയത്ത് ചെയ്യേണ്ടത്. വുദൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, മുഖം കഴുകി എന്ന നിയത്തോടു കൂടെ മുഖം കഴുകണം എന്നാണ്. മനസ്സിലായോ? അല്ലാതെ ടാപ്പ് തുറക്കുന്ന നേരം വുദൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തുറന്ന് വെള്ളം എടുത്ത് ആ ഗ്യാപ്പ് വരരുത്. നിയത്തോടു കൂടെ മുഖം കഴുകണം. മുഖം കഴുകി തുടങ്ങുമ്പോ നിയത്ത് ചെയ്യല്ല, നിയത്ത് ചെയ്ത് കൊണ്ട് മുഖം കഴുകുക. വുദൂഇന്റെ ഫർദിനെ ഞാൻ വീട്ടുന്നു, മുഖം കഴുകുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം. അടുത്തത് അദ്റുസു, ഞാൻ പഠിക്കുന്നു. അദ്റുസു മാളിയാണോ മുതാരിയാണോ? ഞാൻ പഠിക്കുന്നു, പഠിക്കും എന്നാണ് ഇവിടെ അല്ലെ. അദ്റുസു ഡാഷ്. അദ്റുസു ബാക്കി പൂരിപ്പിക്കൂ. അദറുസു ദുറൂസി കുല്ല യൗമിൻ അദ്റുസു ദുറൂസി കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഞാൻ എന്റെ പാഠങ്ങൾ പഠിക്കും. അദ്റുസു ഞാൻ പഠിക്കും.
ദുറൂസി എന്റെ പാഠങ്ങൾ പഠിക്കും, കുല്ല യൗമിൻ എല്ലാ ദിവസവും. ഇങ്ങനെയാണ്. ഉം. അടുത്ത് ഉസ്വല്ലി. ഉസ്വല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉസ്വല്ലി ഫർളൽ ളുഹ്രി അർബഅ റക്അഅത്ത്. നമ്മൾ നിയ്യത്ത് ചെയ്യാറില്ലേ? എന്താ അർത്ഥം? ഇതെന്താ നോക്കുന്നേ? നിസ്കരിക്കുന്നു. ആ ഞാൻ നിസ്കരിക്കുന്നു. ഫർള സുബ്ഹി, സുബ്ഹി എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലേ? അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് മാദിയാണോ മുദാരിയാണോ? മുസല്ലി മുളാരി. മുദാരിയാണ്, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിയ്യത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അത് എന്ത് വാക്കാണെന്നുള്ളത് പഠിക്കുന്നത്. മുസല്ലി എന്നത് മുദാരിയാണ്, അല്ലെ? മുദാരിയായ ഫിഅലിന്റെ തുടക്കത്തിൽ വേണ്ട 4 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ ഇവിടെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. മുസല്ലി ഞാൻ നിസ്കരിക്കുന്നു. ഏതാണ്? ഫർദ സുബ്ഹി, സുബ്ഹി എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ്. അഖൂമു ഞാൻ നിൽക്കുന്നു. നിൽക്കും. ഞാൻ നിൽക്കും, അല്ലേ? മിനൻ നൗമി മുബക്കിറൻ, മിനൻ നൗമി ആരാ? ഞാൻ അഖൂമു ഞാൻ ഞാൻ നിൽക്കുന്നതാണ്, ഞാൻ എഴുന്നേൽക്കും. അഖൂമു ഞാൻ എഴുന്നേൽക്കും. എഴുന്നേൽക്കുക, നിൽക്കുക വ്യത്യസ്ത പദങ്ങളാണ്, പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പറയാം. അഖൂമു ഞാൻ എഴുന്നേൽക്കും. മിനൻ നൗമി മുബക്കിറൻ ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കും, വളരെ നേരത്തെ. അഖൂമു മിനൻ നൗം ഉറക്കിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും, ഉണരും. മുബക്കിറൻ വളരെ നേരത്തെ തന്നെ. വജ്ജഹ്തു ഡാഷ്, വജ്ജഹ്തു ആ വജ്ജഹ്തു ഞാൻ മുന്നിട്ടിരിക്കുന്നു. ഞാൻ മുന്നിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ നേരെ തിരിഞ്ഞു നിൽക്കുന്നു. ആരോട്? ആരിലേക്ക്? വജ്ജഹ്തു ഞാൻ മുഖം തിരിച്ചു, മുന്നിട്ട് നിന്നെന്നും പറയാം. വജ്ഹി, വജ്ജഹ്തു വജ്ഹി ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുഖം മുന്നിടിച്ചിരിക്കുന്നു. ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ എന്നങ്ങനെ പോകുന്നു, അല്ലേ? അങ്ങനെയാണ് ആശയം പോകുന്നത്. അപ്പൊ പൂരിപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് നുജീബ് എന്നുള്ളതല്ലേ? നമുക്ക് ഉത്തരം പറയാം. ഇവിടെ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ അത് ചോദ്യങ്ങളായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ വരുന്ന യെസ് ഓർ നോ ഉത്തരത്തിൽ പറയേണ്ടി വരുന്നതായ ക്വസ്റ്റ്യൻസ്. ക്യാമറ അതിന്റെ സ്റ്റാൻഡ് റെഡി ആക്കിയതാ, തിരിഞ്ഞിരിക്കുമ്പോ. ഒരാൾ സ്വകാര്യം പറയുന്നുണ്ട്. ഓക്കെ, റെഡിയല്ലേ? പറഞ്ഞു. പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ നമുക്ക് എങ്ങനെ ചോദ്യം ആക്കി മാറ്റാം. ഞാൻ ആദ്യം ഈ ചോദ്യങ്ങൾ വായിക്കുന്നു. ഹൽ ഖറഅത്തിൽ ഖുർആന സ്വബാഹൻ. അതൊരു ഒരു പെൺകുട്ടിയോടുള്ള ചോദ്യമാണ്. ഹൽ ഖറഅത്തി, നീ ഓതിയോ? ഒരു പെൺകുട്ടിയോട് ചോദിക്കാണ്, നീ ഓതിയോ? അൽ ഖുർആന, ഖുർആൻ നീ ഓതിയോ? സ്വബാഹൻ രാവിലെ. നഅം, ആ കുട്ടി ഉത്തരം പറയുന്നു, നഅം അതെ, യെസ്. ഖറഅത്തുൽ ഖുർആന സ്വബാഹൻ, ഞാൻ രാവിലെ ഖുർആൻ ഓതി എന്ന് പറഞ്ഞു.
ഇവിടെ ഈ ഹൽ എന്ന വാക്കിനെ മാറ്റി വെച്ചാൽ അർത്ഥം എന്താണ്? എന്താ വായിക്കാം? ഖറഅത്തിൽ ഖുർആന, നീ ഖുർആൻ ഓതിയിരിക്കുന്നു, നീ ഖുർആൻ ഓതിയിരിക്കുന്നു, സബാഹൻ, രാവിലെ എന്നാണ് അർത്ഥം. പൂർണ്ണമായ അർത്ഥം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസിന്റെ തുടക്കത്തിൽ ഒരു ഹൽ ചേർത്ത് കൊടുത്താൽ തന്നെ അതെന്തായി? ഒരു യെസ് ഓർണോ ഉത്തരം വരേണ്ട ചോദ്യമായി. യെസ് ഓർണോ ക്വസ്റ്റ്യൻ എന്നാ പറയാ. അല്ലെങ്കിൽ നഅം ലാ എന്ന് അറബിയിൽ പറയുമ്പോൾ നഅം ലാ എന്ന് ഉത്തരം പറയാനുള്ള ചോദ്യമായി മാറി. ഹല്ലില്ലാതെ പറയുന്നു ഖറഅത്തിൽ ഖുർആന സ്വബാഹൻ, നീ രാവിലെ ഖുർആൻ പാരായണം ചെയ്തു. അതൊരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ് ആണ്. എന്നാൽ അതിന്റെ മുമ്പ് ഹൽ ചേർത്തു. ഹൽ ഖറഅത്തിൽ ഖുർആന സ്വബാഹൻ, രാവിലെ നീ ഖുർആൻ പാരായണം ചെയ്തോ? ചോദ്യമാണ്. അപ്പൊ അതിന് ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ്? നഅം, അതെ, ഖറഅത്തുൽ ഖുർആന, നഅം ഖറഅത്തിൽ ഖുർആന എന്നല്ല പറയാ, അല്ലെ? ചോദ്യം ചോദിച്ചയാളാണോ ഉത്തരം പറയാ? മൈക്ക് ഓൺ ആക്കി വെച്ചോളൂ. ചോദ്യം ചോദിച്ചയാളാണോ ഉത്തരം പറയാ? അല്ലല്ലോ. ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഫാത്തിമ എന്തെങ്കിലും സംസാരിച്ച? ആ, ഓക്കെ, റെഡി റെഡി. അപ്പോ നിങ്ങളോട് ഞാൻ പറയുമ്പോ, ഞാനിപ്പോ ഹൻഫയോട് ഞാൻ ചോദിക്കുകയാണ്, ഹൽ ഖറഅത്തിൽ ഖുർആന സ്വബാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയോ എന്ന് ചോദിക്കുക. അപ്പൊ ഹൻഫ മറുപടി പറയുമ്പോ അതെ ഞാൻ ഓതിയിട്ടുണ്ട്, ഞാൻ ഓതിയിട്ടുണ്ട് എന്നാ പറയാ, അല്ലാതെ നീ ഓതിയിട്ടുണ്ട് എന്നല്ല. അല്ലെ? അങ്ങനെയല്ലേ? ഞാൻ ഓതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഓതിയിട്ടില്ല എന്ന അങ്ങനെയാണ് മറുപടി പറയാ. അതാണ്. അപ്പൊ അതാണ് വ്യത്യാസം. ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ എന്ന് ചോദ്യം വന്നു, മറുപടി നഅം ഖറഅത്തു, ഖറഅത്തുൽ ഖുർആന സബാഹൻ, അതെ ഞാൻ രാവിലെ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് മറുപടി വന്നു. അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയെന്നും മറുപടി പറയേണ്ടത് എങ്ങനെയെന്നും മനസ്സിലായി. അടുത്തത്, മതാ തഖൂമു മിനൻ നൗം, എപ്പോഴാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക? നീ എപ്പോഴാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക? മതാ, എപ്പോൾ, വെൻ. മനസ്സിലായോ? ഇനി മത എന്നതിനെ മാറ്റി വെച്ചു. തഖൂമു മിനൻ നൗം എന്ന് പറഞ്ഞാലോ? തഖൂമു മിനൻ നൗം, നീ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കും, അല്ലെങ്കിൽ നീ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ഇങ്ങനെയുള്ള അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഒരു അർത്ഥമുള്ള സെന്റൻസിന് മുമ്പ് മത എന്ന വാക്ക് ചേർത്ത് കൊടുത്താൽ എപ്പോൾ എന്നൊരു ചോദ്യമായി മാറും. എപ്പോൾ എന്ന അർത്ഥം വരുന്ന ഒരു ചോദ്യമായി മാറും. ഇനി നമുക്കൊരു 9-10 മിനിറ്റ് മാത്രമേ ക്ലാസ് ഉള്ളൂ കേട്ടോ. അത് 10 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ ക്ലാസ് പൂർത്തിയാകും. ഓക്കെ. മതാ തഖൂമു മിനൻ നൗം, ഉറക്കിൽ നിന്ന് നീ എപ്പോൾ എഴുന്നേൽക്കും, ചോദ്യമാണ്. അപ്പോ എന്താണ് നമ്മൾ ഉത്തരം പറയേണ്ടത്? അഖൂമു മിനൻ നൗമി, അഖൂമു മിനൻ നൗമി മുബക്കിറൻ ആയിക്കോട്ടെ. ഉറക്കിൽ നിന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കും. അല്ലെങ്കിൽ അഖൂമു മിനൻ നൗം അസ്സാഅത الساعة 35. അല്ലേ? 5:30. പിന്നെ ഇങ്ങനെ അഖൂമു മിനൻ നൗമി മുബക്കിറൻ, ഞാൻ വളരെ നേരത്തെ തന്നെ ഉറക്കിൽ നിന്നും ഉണരും എന്ന് പറയാം. ഇനി ഹൽ ഖറഅതുമാ ജരീദത്തൽ യൗം, ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ചെയ്തോ എന്ന രൂപത്തിലുള്ള അർത്ഥമായിരിക്കും വരിക. ഹൽ ഖറഅതുമാ ജരീദത്തൽ യൗം, നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ പത്രം വായിച്ചോ എന്നാണ് ചോദ്യം.
ഖറഅതുമാ ജരീദത്തൽ യൗം, നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ പത്രം വായിച്ചു അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചു എന്നാണ് അർത്ഥം. അതിനു മുമ്പ് ഹല്ല് ചേർന്ന് വന്നത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ന്യൂസ് പേപ്പർ വായിച്ചോ എന്ന ചോദ്യമായി മാറി. അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ മറുപടി പറയാ? നഅം ഖറഅനാ ജരീദത്തൽ യൗം, അതെ ഞങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലോ ലാ, ലാ ഇല്ല, മാ ഖറഅനാ ജരീദത്തൽ യൗം, മാ ഖറഅനാ ഞങ്ങൾ വായിച്ചിട്ടില്ല, അങ്ങനെ അർത്ഥം പറയട്ടോ. അതിപ്പോ നിങ്ങൾ അങ്ങനെ കൂടുതലായി പഠിക്കേണ്ട ആവശ്യമില്ല. ഹൽ ഖറഅതുമാ ജരീദത്തൽ യൗം, നഅം ഖറഅനാ ഹാ, ഖറഅനാ ഹാ ഞങ്ങൾ അത് വായിച്ചിട്ടുണ്ട് എന്ന് പറയാം. 4 ഹൽ സ്വല്ലൈത സുന്നത്തൽ മഗ്രിബി അംസി, ഹൽ സ്വല്ലൈത നീ നിസ്കരിച്ചോ, സുന്നത്തൽ മഗ്രിബി മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത്, മഗ്രിബിന്റെ സുന്നത്ത് നീ നിസ്കരിച്ചോ, അംസി യെസ്റ്റർഡേ ഇന്നലെ. നിങ്ങൾ അർത്ഥം എഴുതി വെക്കാം കേട്ടോ. ഞാൻ ഈ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ വിടും, അത് വഴി കേട്ട് അർത്ഥം എഴുതി വെക്കാം. ഹൽ സ്വല്ലൈത സുന്നത്തൽ മഗ്രിബി, മഗ്രിബിന്റെ സുന്നത്ത് നീ നിസ്കരിച്ചോ, അംസി ഇന്നലെ. ഇന്നലെ നീ മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിച്ചിരുന്നോ? നിസ്കരിച്ചെങ്കിൽ പറയേണ്ട മറുപടി നഅം സ്വല്ലൈതു സുന്നത്തൽ മഗ്രിബി അംസി, ഇന്നലെ ഞാൻ മഗ്രിബിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലോ ലാ മാ സ്വല്ലൈതു സുന്നത്തൽ മഗ്രിബി അംസി, ഇന്നലെ ഞാൻ മഗ്രിബിന്റെ സുന്നത്തൊന്നും നിസ്കരിച്ചിട്ടില്ല, മാ സ്വല്ലൈതു എന്ന് പറയാം. 5 ഹൽ തനാവൽതുമുൽ ഫുതൂർ, നിങ്ങൾ പ്രാതൽ ഭക്ഷണം കഴിച്ചോ? ഫുത്തൂർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാത ഭക്ഷണം, രാവിലത്തെ ഭക്ഷണത്തിനാണ് ഫുത്തൂർ എന്ന് പറയാ, അല്ലേ? എന്താ ആരുടെ മറുപടി കേൾക്കാത്തത്? എന്താ എല്ലാവരും മൈക്ക് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണോ? ബ്രേക്ക്ഫാസ്റ്റിനാണ് എന്ത് പറയാ? ഫുത്തൂർ എന്ന് പറയാ. രാവിലത്തെ ഭക്ഷണം. ഇനി അപ്പൊ നമ്മൾ ഈ തദ്രീബാത്തിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു എന്നറിയാം? ഉണ്ടോ, ചെയ്തോ എന്ന രൂപത്തിലുള്ളതായ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പഠിച്ചു. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു. അതുപോലെ എപ്പോൾ ചെയ്തു, എപ്പോൾ എഴുന്നേൽക്കും എന്ന അർത്ഥം വരുന്നതായ ചോദ്യം ഉണ്ടാക്കുന്നത് പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ അതിന് മറുപടി പറയേണ്ടതും മനസ്സിലാക്കി. ഇനി പട്ടിക കൊടുത്തിട്ടുണ്ട്, ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. മാദിയായ ഫിഅലിന്റെയും മുദാരിഅയ ഫിഅലിന്റെയും ഗായിബായ പദങ്ങൾ 6 പദങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാദിയുടെയും മുദാരിഅയുടെയും മുഖാത്തബിന്റെ 6 പദങ്ങൾ ഉൾക്കൊള്ളുന്ന ബോക്സ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാദിയുടെ മുദാരിഅന്റെയും മുതകല്ലിമിന്റെ 2 പദങ്ങൾ ഉൾക്കൊള്ളുന്ന അടുത്ത ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാ, അല്ലെ? കതബയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. കതബ, കതബ, കതബു, കതബത്, കതബത, കതബിന, കതബത, കതബതുമാ, കതബതും, കതബതി, കതബതുമാ, കതബതുന്ന, കതബതു, കതബന. ഏകദേശം ഒരു ട്രെയിന് പോകുന്ന പോലെ ഇങ്ങനെ തോന്നും. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബന. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാ? ബോഗിക്കകത്തിരിക്കുന്നു, ഓരോ റെയിൽവേ പാളങ്ങളും തമ്മിൽ ജോയിന്റ് ആകുന്ന ഭാഗത്തെത്തുമ്പോൾ ഒരു ടട്ട ടക്ക് ടട്ട എന്നുള്ളൊരു ശബ്ദം ഇങ്ങനെ കേൾക്കും. ആ അപ്പൊ ഈ ബ ഇല്ലേ, കുത്തുബിന്റെ അക്ഷരല്ലേ ബ. കതബ, കതബ, കതബു, കതബത്ത്, കതബത, കതബിന, കതബത്ത, കതബത്തുമാ, കതബത്തും, കതബത്തി, കതബത്തുമാ, കതബത്തുന്ന, കതബത്തു, കതബിന. ഇത് പഠിക്കണം. മുദാരി ആണെങ്കിൽ യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന, തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന, അക്തുബു, നക്തുബു. വേണമെങ്കിലും പാട്ടായി പാടാം. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന. നീട്ടരുത്. യക്തുബിന അങ്ങനെ നീട്ടൊന്നും ചെയ്യരുത്. തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന. ബാക്കി 2 ആൾക്കാർ മാത്രം ബാക്കിയായി. പാട്ടിൽ ഉൾപ്പെടുത്തിയ
കൊളാവും. ലാസ്റ്റ് അക്തുബു നക്തുബു. ഓക്കെ, അക്തുബു നക്തുബു കഴിഞ്ഞു. അർത്ഥങ്ങളൊക്കെ നീ പറയേണ്ട ആവശ്യമില്ല. നുസരിഫു കമാ ഫിൽ മിസാൽ, മുകളിൽ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ നമുക്ക് സർഫാക്കാം. ഏതെല്ലാം? ഖറഅ, 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 ഖറഉ, ഖറഅത്, ഖറഅത, ഖറഅന, ഖറഅത, ഖറഅതുമാ, ഖറഅതും, ഖറഅതി, ഖറഅതുമാ, ഖറഅതുന്ന, ഖറഅതു, ഖറഅനാ. യജ്ലിസു മുദാരിഅണ്. യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന, തജ്ലിസു തജ്ലിസാനി തജ്ലിസൂന, തജ്ലിസീന തജ്ലിസാനി തജ്ലിസ്ന, അജ്ലിസു നജ്ലിസു. يتعلم يتعلم يتعلمان يتعلمون تتعلم تتعلمان يتعلمن تتعلم تتعلمان تتعلمون تتعلمين تتعلمان تتعلمن أتعلم نتعلم. أسلم. أسلم മാളിയാണോ മുദാരിയാണോ? മൻഹ? മൈക്കോൺ മൈക്കോൺ. മുളാരി. അതാ പോയി പറ്റിച്ച്. അസ്ലമ എങ്ങനെ മുദാരിയാവുന്നത്? അസ്ലമ ഫസ്റ്റ് ഹംസ ഉണ്ടെന്ന് കരുതി മുദാരിയാവോ? ഫസ്റ്റ് ഹംസ ഉണ്ട് എന്ന് കണ്ട് മുദാരിയാവോ? അസ്ലമ അവസാനത്തെ അക്ഷരത്തിന് ഫതഹല്ലേ? മാളിയാണ് കേട്ടോ. അസ്ലമ എന്ന് പറഞ്ഞാൽ മുസ്ലിമായി. അഹ്യാ, അമാത്ത, ഇതൊക്കെ മാളി തന്നെയല്ലേ? തുടക്കത്തിൽ ഹംസ അതെല്ലാം മുദാരി ആകൂല. ഓക്കെ. അസ്ലമ അവനൊരു പുരുഷൻ മുസ്ലിമായി അല്ലെങ്കിൽ അനുസരിച്ചു എന്ന് അർത്ഥം പറയാം. രണ്ടു രൂപത്തിൽ അർത്ഥമുണ്ട്. അസ്ലമ മുസ്ലിമായി. അസ്ലമയുടെ മുദാരി എങ്ങനെയാണ്? യുസ്ലിമു എന്നാണ്. അസ്ലമ യുസ്ലിമു. അസ്ലമ, അസ്ലമ, അസ്ലമു, അസ്ലമത്, അസ്ലമത, അസ്ലംന, അസ്ലംത, അസ്ലംതുമ, അസ്ലംതും, അസ്ലംതി, അസ്ലംതുമ, അസ്ലംതുന്ന, അസ്ലംതു, അസ്ലംന. ഓക്കെ. ذهب 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 ذهبوا ذهبت ذهبتا ذهبنا ذهبت ذهبتما ذهبتم ذهبت ذهبتما ذهبتن ذهبت ذهبنا. അസ്ലമയുടെ മുദാരി യുസ്ലിമു യുസ്ലിമാനി യുസ്ലിമൂന തുസ്ലിമു തുസ്ലിമാനി യുസ്ലിംന തുസ്ലിമു തുസ്ലിമാനി തുസ്ലിമൂന തുസ്ലിമീന തുസ്ലിമാനി തുസ്ലിംന ഉസ്ലിമു നുസ്ലിമു. ദഹബയുടെ മുദാരി യദ്ഹബു. ഏകദേശമൊക്കെ മതിയായിട്ടുണ്ട് എല്ലാവർക്കും. നമുക്ക് ക്ലാസ് നിർത്താം. നിർത്തല്ലേ? പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് പ്രാക്ടീസ് ചെയ്തതല്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്നാൽ നമുക്ക് ബൈത്ത് ചെല്ലാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഫോൺ കൈ പിടിച്ചോളൂ, കുഴപ്പമില്ല. എഴുന്നേറ്റ് നിന്ന് ബൈത്ത് ചെല്ലാം കേട്ടോ. ഫോൺ കൈ പിടിച്ചോളൂ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്